everyone, എല്ലാവർക്കും നമ്മുടെ +2 സേ ആൻഡ് ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ആൻസർ കീ ലൈവിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഇംഗ്ലീഷിന്റെ എക്സാം ഇതാ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും തകർത്ത് വാരിയെന്ന് എനിക്കറിയാം. കാരണം ഒരുപാട് പിള്ളേർ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. മിസ്സേ അടിപൊളി എക്സാം ആയിരുന്നു, എളുപ്പമായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ ടീച്ചേഴ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ അപ്രിസിയേഷൻ ആണ്. മിസ്സേ പഠിപ്പിച്ചതൊക്കെ വന്നു, നല്ല എക്സാം ആയിരുന്നു, താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മൾ ടീച്ചേഴ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡാണ്. നമുക്കിത് കൂടി എന്നാ സംഭവം കിട്ടിയെന്ന് പറഞ്ഞാലും പിള്ളേര് പറയുന്ന ഈ വാക്കുകളാണ് നമ്മൾ ടീച്ചേഴ്സിന് ഏറ്റവും വലുത്. അപ്പം ഞാൻ നല്ല പവർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എല്ലാം ഡയറക്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് സംഭവങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ ലൈവിൽ കണ്ട എല്ലാ മക്കൾക്കും സുഖമായിട്ട് ജയിക്കാൻ പറ്റും. ജയിക്കാമെന്നല്ല, നല്ല ഗ്രേഡോട് കൂടി തന്നെ പാസ് ആകാൻ സാധിക്കും. എനിവേ, ഐ എം സോ ഹാപ്പി. താങ്ക് യു ഗൈസ്. കാരണം നിങ്ങൾ ഇന്നലെ ലൈവില് ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. അതായത് മീൻസ് ഒത്തിരി കമന്റ് ചെയ്യാനൊന്നും പോയില്ല, ശ്രദ്ധിച്ച് കേട്ട് ഇരുന്ന് പഠിച്ച് പോയേക്കുന്നവര്, അവർക്കൊക്കെ എക്സാം എളുപ്പമായി എന്നുള്ളത് എനിക്കൊരു ഡൗട്ടും ഇല്ല. എനിവേ, ഒരുപാട് ലാഗ് അടുപ്പിക്കുന്നില്ല, ഞാൻ ആൻസർ കീയിലോട്ട് പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പറയോ. ഓക്കെ, എനിക്ക് കമന്റ് ബോക്സ് സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ ഫൈൻ, ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്തോട്ടെ കേട്ടോ. വാവ്, അതെല്ലാം അങ്ങനെയാണ്, സമയമാകുമ്പോഴത്തേന് നെറ്റിനൊരു പ്രശ്നം വരും. ഒക്കെ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും. ഓക്കെ കമന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് ചെറിയ സ്ലോ ആണ് നെറ്റ്, അത് കുഴപ്പമില്ല. നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്തേക്കാം. മക്കളെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നായിരുന്നു? I come home at the end of 4 years of research ... I am eager to eat a meal of Adigira rice. ഇത് ഏത് ചാപ്റ്ററിലെയാണ്? യെസ്, ഓഫ് കോഴ്സ്, നമ്മുടെ റൈസ് എന്ന് പറയുന്ന പോയം 4th യൂണിറ്റ്. ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു, 4th യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ് ഞാൻ പറഞ്ഞിരുന്നു. ആ യൂണിറ്റിൽ നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വന്നിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? നമ്മുടെ റൈസ് എന്ന് പറയുന്ന പോയത്തിൽ നിന്നും കുറച്ച് ലൈൻസ് കൊടുത്തിരിക്കുകയാണ്. ഇനി നിങ്ങൾ ആ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് അങ്ങ് ആൻസർ എഴുതുക. സിമ്പിൾ സംഭവമായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് വിച്ചു, യു ആർ വെൽക്കം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ്? ഹൂ ഈസ് എ സ്പീക്കർ ആൻഡ് വേർ ഡിഡ് ഹി കംപ്ലീറ്റ് ഹിസ് റിസർച്ച്? അപ്പൊ എന്താണ് ഈ പറഞ്ഞേക്കുന്ന ഞാൻ എന്ന് പറഞ്ഞേക്കുന്ന ഈ സ്പീക്കർ ആരാണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മക്കളെ ആൻസർ? ഹൂ ഈസ് ദ സ്പീക്കർ? നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പോയറ്റ് ആണ്. അദ്ദേഹം ഒരു റിസർച്ചർ ആണ്, അല്ലെ? അദ്ദേഹം ഒരു റിസർച്ചർ ആയിരുന്നു. അദ്ദേഹം ഹി കംപ്ലീറ്റഡ് ഹിസ് റിസർച്ച് ഇൻ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയില് റിസർച്ച് വർക്ക് ചെയ്തിരുന്ന ഒരു റിസർച്ച് സ്റ്റുഡന്റ് ആയിരുന്നു നമ്മുടെ സ്പീക്കർ. ഇത് അത്ര എഴുതിയാൽ മതി. ഇതാ ഒരു മാർക്ക് അവിടെ കിടക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ടോപ്പിക് ഓഫ് ഹിസ് റിസർച്ച്? അദ്ദേഹത്തിന്റെ റിസർച്ചിന്റെ ടോപ്പിക് എന്തായിരുന്നു എന്നാണ്. എന്തായിരുന്നു ടോപ്പിക്? മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്. ഹസ്കിന്റെ മീനിങ് എന്തായിരുന്നു? നമ്മുടെ ഈ നെല്ലിന്റെ ഉമി എന്ന് പറയില്ലേ, ആ സംഭവം തന്നെ. ഉമിയിൽ നിന്നും എങ്ങനെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ റിസർച്ച് വർക്കിന്റെ മെയിൻ തീം എന്ന് പറയുന്നത്. അത് അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. എന്ത്? മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്. അത്രയും എഴുതിയത് രണ്ടാമത്തെ മാർക്കും കിടക്കുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വൈ അധികര റൈസ് ഈസ് റെഫേർഡ് ഹിയർ? എന്തിനാണ് അധികര റൈസ് ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത്? എന്തിനാണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്പീക്കേഴ്സ് ലോങ്ങിങ് ഫോർ ഫെമിലിയർ ഹോംലി ഫുഡ് ആഫ്റ്റർ ബീങ് അവേ ഫോർ എ ലോങ് ടൈം. നമ്മുടെ റിസർച്ചിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര കൊതിയാണ് തിരിച്ചു വരുമ്പോ, നല്ല അധികര റൈസിന്റെ ചോറുണ്ണണം, ഇഷ്ടംപോലെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഭയങ്കര ആഗ്രഹത്തിലാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വീടിനോടുള്ള അറ്റാച്ച്മെന്റും ആ ഒരു പഴമയോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യവുമാണ് ഈ ലൈൻസിനെല്ലാം കാണിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഇത്ര എഴുതിയാൽ മതി. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്പീക്കേഴ്സ് ലോങ്ങിങ് ഫോർ ഫെമിലിയർ ഹോംലി ഫുഡ് ആഫ്റ്റർ ബീങ് അവേ ഫോർ എ ലോങ് ടൈം. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇങ്ങനെ തന്നെ എഴുതിയ മാർക്ക് കിട്ടുന്നൊന്നും ഒരു നിർബന്ധമില്ല. ഏകദേശം അർത്ഥം ഒന്ന് വന്നാൽ മതി, അല്ലാതെ അങ്ങനെ തന്നെ എഴുതണമെന്നൊരു നിർബന്ധമില്ലാത്തൊരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ആ മീനിങ്ങിലേക്ക് നമ്മളൊന്ന് എത്തിച്ചേർന്നാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അങ്ങനെ 3 കഴിഞ്ഞ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പിള്ളേരെ? റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ബിലോ ക്വസ്റ്റ്യൻസ്. താഴെ ഒരു പാസേജ് തന്നിരിക്കുകയാണ്. ആ പാസേജ് വായിച്ചിട്ട് താഴെ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നാണ്. ബിസിനസ് ഇടുമോ? എടാ കുഞ്ഞാ, ബിസിനസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ബിസിനസ് ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ എന്താണ്?
ഒരു പാസേജ് നൽകിയിരിക്കുകയാണ്. ആ പാസേജ് ഏത് ചാപ്റ്ററിലെയാണ്? ഒന്നെങ്കിലും ചാപ്റ്റർ വായിച്ച ഏതൊരുത്തിനും അത് മനസ്സിലാകും. ഏത് ചാപ്റ്റർ ആണ്? ഹൊറിഗല്ലുവാണ്. ഹൊറിഗല്ലുവിലെ ചെറിയ ഒരു പോർഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഈസ് ദ സ്പീക്കർ ആൻഡ് ടു ഹൂം ഡസ് he or she speak. അപ്പൊ എന്താണ് ഈ പാസേജിലെ സ്പീക്കർ ആരാണ്, ആരോടാണ് അവർ സംസാരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ് ഇവിടുത്തെ സ്പീക്കർ? രത്നയാണ്. രത്ന ആരോടാ സംസാരിക്കുന്നത്? സുധാമൂർത്തിയോടാണ് സംസാരിക്കുന്നത്. അപ്പൊ രത്ന ടു സുധാമൂർത്തി. ഇത് അത്ര എഴുതിയാൽ മതി. സിമ്പിൾ അല്ലായിരുന്നോ? ഓക്കെ 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 എനിക്ക് നെറ്റിന് നല്ല പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് കൊമൻസ് വരുന്നില്ല. എനിവേ കുഴപ്പമില്ല, അത് നമുക്കൊരു വിഷയമല്ല. നമുക്ക് ബാക്കി നോക്കാം. അപ്പൊ എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനോട് ഓക്കെ, ഹൗ ഡസ് ദ സ്പീക്കർ ലിസൺ ടു അതേഴ്സ്? സ്പീക്കർ എങ്ങനെയാണ് ബാക്കിയുള്ളവരെ ലിസൺ ചെയ്തിരുന്നത്, ശ്രദ്ധിച്ചു കേട്ടിരുന്നത്? എങ്ങനെയായിരുന്നു? വിത്ത് സിമ്പതി ആൻഡ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. നമുക്ക് എല്ലാവർക്കും വേണ്ട ക്വാളിറ്റി അല്ലേ? സിമ്പതിയോടെ മാത്രമാണ്, അല്ല, വിത്തൗട്ട് ജഡ്ജ്മെന്റ്. കുറ്റം വിധിക്കാറില്ല. നീ എന്തിനാ അങ്ങനെ ചെയ്തത്, അതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചത്, അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മൂഡ് അങ്ങ് പോകും അല്ലേ? അതേസമയം നമ്മൾ മറ്റേ ആളെ ഇങ്ങനെ കേട്ടിരിക്കുകയാണ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. നമ്മൾ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ആണോ അങ്ങനെ സംഭവിച്ചോ, സാരമില്ലടാ പോട്ടെ എന്ന് പറയുന്നിടത്താണ് നല്ലൊരു കേൾവിക്കാരനാകുന്നത്. അപ്പൊ അതാണ് ഇവിടെ വന്നേക്കുന്നത്. എന്താണ്? വിത്ത് സിമ്പതി വിത്തൗട്ട് ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റ് ഇല്ലാതെ വിത്ത് സിമ്പതിയിലാണ് നമ്മുടെ നറേറ്റർ ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ടിരുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് when a person in trouble finds an outlet for their worries? അപ്പൊ എന്താണ്? പ്രശ്നത്തിലിരിക്കുന്ന ഒരാൾക്ക് പ്രശ്നങ്ങൾ പറയാൻ ഒരിടം കിട്ടിക്കഴിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇറ്റ് റിലീസ് ഹാഫ് ദ ബർഡൻ. അവരുടെ മാനസിക ബുദ്ധിമുട്ട് അവിടെ പകുതിയായിട്ട് കുറയുകയാണ്. നമുക്ക് ഭയങ്കര പ്രശ്നമുണ്ട്, ഭയങ്കര പ്രഷറുണ്ട്, ഒരാളോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പം അത് പകുതിയായിട്ട് കുറയില്ലേ? കംപ്ലീറ്റ്ലി മാറുമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും നമുക്കൊരു ആശ്വാസം കിട്ടില്ലേ? ആ സംഭവം അവിടെ എഴുതി വെച്ചാൽ മതിയായിരുന്നു. ഇത്രയും സെറ്റ് അല്ലേ? വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണോ? അല്ല. ഇനി ഏഴാമത്തെ നോക്കിയേ, Ogden Nash uses many poetic devices to create humor in his poem. This is going to hurt just a little bit. Name any two of those devices. അപ്പൊ എന്താണ്? അപ്പൊ നമ്മൾ പഠിച്ച ചാപ്റ്റർ ആയിരുന്നു, ഒരു പോയം ആയിരുന്നു. This is going to hurt a little bit. കുറച്ച് വേദനിക്കാൻ പോകുന്നത് പറയുന്ന ഒരു പോയം നമ്മൾ പഠിച്ചായിരുന്നു. മക്കളെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയെന്ന് പറഞ്ഞ് ഇടിയാട്ടോ. ഏതാണ്? ആ പോയം കുറച്ച് ഹാസ്യ രൂപേണ എഴുതിയിരിക്കുന്ന ഒരു പോയമാണ്. കുറച്ച് തമാശ രൂപേണയാണ് ആ പോയം എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന 2 പോയറ്റിക് ഡിവൈസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് പോയറ്റിക് ഡിവൈസസ് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഏതൊക്കെ എഴുതാൻ പറ്റും? ഒന്ന്, നമുക്ക് എക്സാജുറേഷൻ എഴുതാൻ പറ്റും. എക്സാജുറേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാജറേഷൻ തന്നെ എഴുതി. ഹൈപ്പർബോളയെന്ന് വേണം എഴുതാം കേട്ടോ. ഹൈപ്പർബോളെ നിങ്ങൾക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഹൈപ്പർബോളെ ഓർ എക്സാജറേഷൻ എഴുതുക. എക്സാജറേഷന്റെ അർത്ഥം എന്താണ്? അതിശയോക്തി പറയുക. അതിശയോക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയണോ? ഓക്കെ എടാ, അതിശയോക്തി എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ സംഭവം. ഒരു കുഞ്ഞിക്കാര്യമായിരിക്കും, നമ്മളതങ്ങ് പേറ്റിപ്പിച്ച് അങ്ങ് പറയും. അത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തള്ളുക എന്ന് പറയും. ഒരു കുഞ്ഞിക്കാര്യമായിരിക്കും, നമ്മളതങ്ങ് പറഞ്ഞ് അങ്ങ് വലിയ സംഭവമാക്കും. അതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ച് സ്റ്റാൻഡേർഡ് കൊടുത്ത് പറയുന്നത് എക്സാജറേഷൻ എന്ന്. എക്സാജറേഷൻ മീൻസ് അതിശയോക്തി എന്നാണ് കേട്ടോ അർത്ഥം. ഇനി രണ്ടാമതൊരു ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? ഐറണി. ഐറണി എന്ന് വെച്ചാൽ എന്താണ്? വിരോധാഭാസം. അതായത് നമ്മളൊരു സംഭവം പറയുന്നു പക്ഷെ അങ്ങനെ അല്ല ചെയ്യുന്നത്, അതിനാണ് നമ്മൾ ഐറണി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ സാധിക്കും, ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിരിക്കുന്ന ഒരു പേഷ്യന്റിന്റെ മനോവികാരങ്ങളാണ് ഈ പോയത്തിൽ നമ്മൾ കാണുന്നത്. അതായത് ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ ഭയങ്കര പേടിയാണ് പുള്ളിക്കാരത്തേക്ക്. അപ്പൊ എന്താണ്, നമ്മൾ കേൾക്കുമ്പോൾ ഓർക്കും അയ്യേ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്ന ഒരു ആനക്കാരിയാണോ നമ്മൾ ചിന്തിക്കും. പക്ഷേ ചില മനുഷ്യർ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുക പറയുന്നത് ഭയങ്കര പേടിയാണ്. കാരണം ആ ഒരു അന്തരീക്ഷം, അങ്ങനെ വാ തുറന്നു പോയി കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകളുടെ ചിന്താഗതികളിൽ കൂടെയാണ് ഈ ഒരു പോയം കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഐറണിയും പറയാം, എക്സാജുറേഷനും പറയാം, ഈ 2 സംഭവങ്ങളും പറയാം. ഹൈപ്പർബോള മാക്സ് അല്ലേ? അത് ഹൈപ്പർബോള, ഇത് ഹൈപ്പർബോളേ അത് 2 വ്യത്യാസമുണ്ട് കേട്ടോ. 2 കൂടെ കൂട്ടി കണക്ട് ചെയ്യരുത്. ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ കുഞ്ഞാ മാത്സ് ആണ് കേട്ടോ. ഹൈപ്പർബോളെ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതിശയോക്തി എന്നാണ്. അത് ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഓക്കെ ഇത്ര സെറ്റ് ആണല്ലോ. ഇനി അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇർഫാൻ അലാം ആൻഡ് ഷാഹീൻ മിസ്രി ആർ സിമിലർ ഇൻ ദെയർ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ്. വിച്ച് ഫൗണ്ടേഷൻസ് ഡിഡ് ദേ ഫോം? എന്താണ്? ഇർഫാൻ അലാമിനെ അറിയാമല്ലോ,
സംഭവം തന്നെ. അടുത്തത് ഷാഹിൻ മിസ്രി. ഷാഹിൻ മിസ്രി അറിയാമല്ലോ, ദീദിക്കാത്ത ചേച്ചി, അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ ഇടിയാട്ടോ, അവിടെ വന്ന് ഇടിക്കും ഞാൻ. അപ്പൊ ദീദിക്കാത്ത 3 റെവല്യൂഷൻ എന്ന് പറയുന്ന 3 വീൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മെയിൻ ആൾക്കാരാണ് നമ്മുടെ ഇർഫാൻ അലാമും ഷാഹിൻ മിസ്രിയും. ഇവർ തമ്മിൽ ചെറിയൊരു സാമ്യമുണ്ട്. എന്താണ്? അവർ രണ്ടുപേരും ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇർഫാൻ അലാം ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഷാഹിൻ മിസ്രിയും ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫൗണ്ടേഷൻസിന്റെ പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആ ഫൗണ്ടേഷൻസിന്റെ പേര്? ഇർഫാൻ അലാം സ്റ്റാർട്ട് ചെയ്ത ഫൗണ്ടേഷന്റെ പേരാണ് സമ്മാൻ ഫൗണ്ടേഷൻ. ആൻഡ് ഓൾസോ ഷാഹിൻ മിസ്രി സ്റ്റാർട്ട് ചെയ്ത ഫൗണ്ടേഷന്റെ പേരാണ് ആകാൻഷ ഫൗണ്ടേഷൻ. രണ്ടും 2 ഫീൽഡിലുള്ള ഫൗണ്ടേഷൻസ് ആണ്. ഒന്നെന്ന് പറയുമ്പം കംപ്ലീറ്റ് ഒരു ബിസിനസ് മീൻസ് റിക്ഷ വണ്ടി ആ ഒരു ബേസിലാണ് സമ്മാൻ ഫൗണ്ടേഷൻ പോകുന്നതെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിലാണ് ആകാൻഷ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതൊന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇർഫാൻ അലാം എന്ന് എഴുതിയിട്ട് സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് എഴുതുക, ഷാഹിൻ മിസ്രി എന്ന് എഴുതിയിട്ട് ആകാൻഷ ഫൗണ്ടേഷൻ എന്ന് എഴുതുക. അത് എത്രയേ ഉള്ളൂ സംഭവം. സെറ്റാണേ? ഓക്കെ ഓക്കെ ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആൻസർ എനി 3 questions from 9 to 12. ഈച്ച് ക്യാരീസ് 2 score. അപ്പൊ എന്താണ്? 9 മുതൽ 12 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 എഴുതുക. ഒരെണ്ണം എഴുതണ്ട, ബാക്കി 3 എഴുതുക. ഓരോന്നും 2 മാർക്ക് ക്യാരി ചെയ്യുന്നു. 9ാമത്തെ നോക്കിയേ. When all people stammer becomes their mother tongue. അപ്പൊ സ്റ്റാമർ എന്ന പോയതിൽ നിന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ബ്രിങ് ഔട്ട് ദ സോഷ്യൽ റെലവൻസ് ഓഫ് ദീസ് ലൈൻസ്. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ലൈൻസിന്റെ സോഷ്യൽ റെലവൻസ് എന്റെ കൂടെ തെറ്റി. റെലവൻസ് എന്താണെന്ന് പറയാനാണ്. എന്താണ് സോഷ്യൽ റെലവൻസ്? അതായത് മക്കളെ, സ്റ്റാമർ എന്ന് വെച്ചാൽ എന്താണ്? വിക്ക്. ഈ വിൽക്കുന്നവരെ സമൂഹം ഭയങ്കര സംഭവമായിട്ടാണോ അക്സെപ്റ്റ് ചെയ്യുന്നത്? അല്ല. അവരെപ്പോഴും സൊസൈറ്റിയിലും ഫാമിലിയിലും ഒറ്റപ്പെടുന്ന ടീംസാണ്. എല്ലാവരുടെയും കളിയാക്കലുകൾ ഏറ്റുവാങ്ങുന്നവരാണ്. അപ്പോൾ എന്താണ്? അവരെപ്പോഴും സൊസൈറ്റി കുറച്ച് ഐസൊലേറ്റ് ചെയ്യും, ഒന്ന് മാറ്റി നിർത്തും. അങ്ങനത്തെ കുറച്ച് ടീംസാണ് ഈ സ്റ്റാമർ ഉള്ളവൻ. അപ്പോൾ അവിടെയുള്ള സോഷ്യൽ റെലവൻസ് എന്താണ്? It shows how stammering becomes a part of identity due to constant mockery and lack of acceptance. അപ്പോൾ എന്താണ്? പതുക്കെ അത് നമ്മുടെ ഐഡന്റിറ്റിയായി മാറും. അതായത് വിക്കുള്ളവൻ, അവനൊരു വിക്കനാണ്, നമ്മുടെ ഐഡന്റിറ്റി തന്നെ അതായിട്ട് മാറുകയാണ്. അത് കളിയാക്കലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഒറ്റപ്പെടുത്തലിനും ഇടയിൽ ആ ഒരു വിക്ക് എന്ന് പറയുന്നത് പതുക്കെ ആ വ്യക്തിയുടെ ഐഡന്റിറ്റി, വ്യക്തിത്വമായി മാറുകയാണ് അവിടെ ചെയ്യുന്നത്. ആ ഒരു സംഭവം എഴുതിയാൽ മതി. ജസ്റ്റ് ഇത്ര എഴുതിയാൽ മതി. ഇറ്റ് ഷോസ് ഹൗ സ്റ്റാമറിംഗ് ബിക്കംസ് എ പാർട്ട് ഓഫ് ഐഡന്റിറ്റി ഡ്യൂ ടു കോൺസ്റ്റന്റ് മോക്കറി ആൻഡ് ലാക്ക് ഓഫ് അക്സെപ്റ്റൻസ്. ക്ലിയർ ആണേ? ഇത്രയും സെറ്റാണല്ലോ. ഓക്കെ, ഇത്രയും സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ, ഹായ് മദ്രിസ്ത, മദ്രിദിസ്ത, നല്ല പേരൊക്കെയാണല്ലോ. ഹായ് മദ്രിസ്ത. ഓക്കെ, അപ്പൊ എന്താണ്? ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു, സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പോവുകയാണ്. നമ്മളിവിടെ ലാഗ് അടിക്കുന്നില്ല കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ്. താഴെ തന്നിരിക്കുന്ന പാസേജിൽ കുറച്ച് ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. അത് ഏറ്റവും ഉചിതമായ ഫ്രേസൽ വെർബ്സ് കൊടുത്ത് നിങ്ങൾ പൂരിപ്പിക്കുക എന്നാണ് പറയുന്നത്. ഫ്രേസൽ വെർബ്സ് ഓൾറെഡി ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. എന്താണ് ആദ്യത്തെ നോക്കിയേ? മൈ നെയ്ബർ ഡാഷ് പീസ്ഫുള്ളി ഇൻ ഹിസ് സ്ലീപ്പ്. എൻ്റെ നെയ്ബർ ഉറക്കത്തിനിടയിൽ സമാധാനമായി ഡാഷ് ചെയ്തു. എന്താണ് അവിടെ കൊടുക്കേണ്ടത്? മരിച്ചു എന്നാണ്. എൻ്റെ അയൽക്കാരൻ ഉറക്കത്തിനിടയിൽ സമാധാനമായിട്ട് മരിച്ചു, പീസ്ഫുള്ളി മരിച്ചു എന്നാണ്. അപ്പോൾ മരിച്ചു എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഏതാണ് കൂട്ടത്തിൽ? ബ്രേക്ക് ഔട്ട് ആണോ? അല്ല. റൺ ഔട്ട് ആണോ? അല്ല. പുട്ടപ്പ് വിത്ത് ആണോ? അല്ല. പാസ്റ്റ് അവേ ആണോ? ആണ്. പാസ്റ്റ് അവേ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മരിച്ചു, മരിക്കുക എന്നാണ്. ഡൈ എന്നാണ് പാസ്റ്റ് അവയുടെ അർത്ഥം. അപ്പൊ പാസ്റ്റ് അവേ അങ്ങനെ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. എടാ മോനെ കുഞ്ഞെ കണ്ടടാ, ഹായ് ഞാൻ തിരിച്ചു തന്നു, ഹായ് മദ്രസ്ത. ഓക്കെ, അത്രയും എഴുതിയാൽ മതി. അപ്പൊ അവിടെ എന്താണ് വരേണ്ടത്? പാസ്റ്റ് അവേ എന്നാണ്. അടുത്തവൻ എന്താ വരേണ്ടത്? എ ഡാഷ് ഓഫ് ദ ഫ്ലൂ കോസ്റ്റ് മെനി സ്റ്റുഡൻസ് ടു മിസ് സ്കൂൾ ലാസ്റ്റ് വീക്ക്. അപ്പൊ എന്താണ്? ഒരുപാട് പേർക്ക് ഫ്ലൂ വന്നുകൊണ്ട്, പനി വന്നത് കൊണ്ട് അവർക്ക് എല്ലാവർക്കും കഴിഞ്ഞ ആഴ്ച സ്കൂള് നഷ്ടമായി എന്നാണ്. അപ്പൊ അവിടെ എന്താ വരേണ്ടത്? എന്തോ ഒരു സാധനം പടർന്നു പിടിച്ചു എന്നുള്ള അർത്ഥം വരുന്നത്. അപ്പൊ പടർന്നു പിടിക്കുക എന്നുള്ള അർത്ഥം ഏതിനാ വരുന്നത്?
റൺ ഔട്ട് ആണോ? അല്ല. പാസ് അവേ ആണോ? അല്ല. പുട്ട് വിത്ത് ആണോ? അല്ല. പിന്നെ എന്താണ്? ബ്രേക്ക് ഔട്ട് ആണ്. പൊട്ടിപ്പുറപ്പെട്ടു. ആ അസുഖം അങ്ങ് എല്ലായിടത്തേക്കും വ്യാപിച്ചു എന്നാണ്. അപ്പം ബ്രേക്ക് ഔട്ട് ആണ് അവിടെ വരേണ്ടത്. ബ്രേക്ക് ഔട്ട് എന്ന് എഴുതിയവർക്കെല്ലാം ഓക്കെ ഓക്കെ താങ്ക്സ് മിസ്. ഓക്കെ യു ആർ വെൽക്കം മോനെ. അടിപൊളിയായിട്ട് എക്സാം എഴുതിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ എക്സാം ഒക്കെ എളുപ്പമായിരുന്നല്ലോ. സെറ്റായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ആദ്യത്തേനകത്ത് ഏതാണ് എഴുതേണ്ടത്? പാസ്ഡ് അവേ ആണ്. ബിക്കകത്ത് എഴുതേണ്ടത് ബ്രേക്ക് ഔട്ട് എന്നാണ്. 2 മാർക്ക് ഇതാ കയ്യിലിരിക്കുന്നു. ഇത്രയും മക്കളെ നിങ്ങൾക്ക് സെറ്റ് ആണല്ലോ. പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. ഓക്കെ ഇനി ഇത്രയും പറഞ്ഞപ്പോഴും ഏതൊക്കെ തെറ്റിപ്പോയ കുഞ്ഞുങ്ങൾ കാണുമായിരിക്കും. ഇതോർത്ത് വിഷമിച്ചിരിക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് എക്സാം ഉണ്ടെങ്കിൽ ആ എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി ഇത് ഓർത്ത് വിഷമിച്ചിരിക്കരുത്. ഈ എക്സാം ഇവിടെ തീർന്നു, വിട്ടിട്ട് പോവുക, എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി വരും ദിവസങ്ങളിലെ മാത്സിന്റെ ആയിക്കോട്ടെ, ഫിസിക്സിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഓരോരോ സ്ട്രീമുകാർക്ക് ഓരോരോ എക്സാംസ് ആയിരിക്കുമല്ലോ. അതിനെ ഫോക്കസ് ചെയ്യുക കേട്ടോ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞ അങ്ങ് വിട്ട് കളഞ്ഞേക്ക്. ഇനി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി ഇത് ഓർത്ത് ഇത് ഒരു ബേർഡനായിട്ട് മീൻസ് മെന്റലി ബേർഡനാക്കി ഏറ്റെടുത്ത് നിങ്ങൾ ഇരിക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞത് വിട്ട് കളഞ്ഞേക്കുക കേട്ടോ. അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് കട്ടയ്ക്ക് ഇരുന്ന് പഠിച്ചോളുക. നമുക്ക് മാത്സിന്റെ ജിനു സാർ ലൈവ് ആയിട്ട് ഇന്ന് വരുന്നുണ്ട്. സാറിന്റെ ഒരു വമ്പൻ ലൈവ് ആണ് വരാൻ പോകുന്നത്. ആ ലൈവ് എല്ലാവരും ഇരുന്ന് കാണുക, പഠിക്കുക, അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അതേപോലെ മക്കളെ, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല. എന്താണ്? ഒരു സ്നേഹവും ഇല്ലല്ലോ ഇവിടെ എല്ലാവർക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ എത്ര ഭാരിച്ച കാര്യമാണോ? ഞാൻ വീടിന്റെ ആധാരം ഒന്നും ചോദിച്ചില്ലല്ലോ. ജസ്റ്റ് പോയിട്ട് ആ സബ്സ്ക്രൈബിന്റെ ബട്ടൺ ഒന്ന് അമർത്തുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പൊ നിങ്ങൾക്ക് വരും ദിവസങ്ങളിലെ ലൈവും എക്സാമിന്റെ സ്പെഷ്യൽ ക്ലാസ്സസും എവറിത്തിങ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ എന്താണ്, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ ലൈവ് ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു കുഞ്ഞു സന്തോഷം, അത്രേ ഉള്ളൂ. ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, സേ എഴുതുന്ന കുട്ടികൾക്ക്, ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ +2 പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ക്ലാസ്സസ് ഉപകാരപ്പെടും. കാരണം അവരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും, എല്ലാ +2 കുഞ്ഞുങ്ങൾക്കും ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ ദെൻ ഇനി എന്താണ്? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവുകയാണ്. അടുത്തത് എന്താണ്? ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. എല്ലാ കുട്ടികളുടെയും പേടി സ്വപ്നമാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഉള്ളത് പറയട്ടെ, നിങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടിയേക്കുന്നത് ഏറ്റവും സിമ്പിൾ സെന്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് ആക്കാൻ കേട്ടോ. നല്ല എളുപ്പമുള്ള സംഭവമാണ്. എന്താണ് നോക്കിക്കേ, ഏത് സെന്റൻസാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് ആക്കേണ്ടത്? മാർഷാൽ പറഞ്ഞു, Balvin, if you feel like coming around to the third national sometimes this week, you will find a position waiting for you. ആ സെന്റൻസിന്റെ ഒന്നും അർത്ഥം കണ്ടുപിടിക്കാൻ പോകണ്ട. ഇത് നിങ്ങൾക്ക് ചാപ്റ്ററിലുള്ള ഒരു സെന്റൻസ് ആണ്, പക്ഷെ അതൊന്നും കണ്ടുപിടിക്കാൻ പോകണ്ട. ഇതങ്ങ് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് ആക്കുക. എന്ത് ചെയ്യണം നമ്മള്? മാർഷാൽ സെഡ് ടു ബാൾവിൻ. മാർഷാൽ ബാൾവിനോട് പറഞ്ഞു that if he felt like coming around to the third national sometime. എന്താണ്? ഇഫ് ഹി ഫെൽറ്റ് ലൈക്ക് എന്നാക്കുക. ഇവിടെ എങ്ങനെയായിരുന്നു? ഇഫ് യു ഫീൽ ലൈക്ക് എന്നായിരുന്നു. അതിലെ യു എന്നുള്ളത് ഹി ആക്കുക, ഫീൽ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആക്കുക, ഫെൽറ്റ് ആക്കുക. ലൈക്ക് സംതിങ് അറൌണ്ട് ടു ദ തേർഡ് നാഷണൽ സംടൈംസ്. അതിനുശേഷം ദിസ് വീക്ക് എന്നുള്ളത് ദാറ്റ് വീക്ക് ആക്കുക. ടൈം ചേഞ്ച് ചെയ്യും. അതേപോലെ പ്രസന്റ് ടെൻസ് എല്ലാം പാസ്റ്റ് ടെൻസ് ആകും. യു വിൽ ഫൈൻഡ് എ പൊസിഷൻ വെയിറ്റിംഗ് ഫോർ യു. അതെന്താവും? ഹി വുഡ്. വിൽ എന്നുള്ളത് വുഡ് ആകും, യു എന്നുള്ളത് ഹി ആകും. അപ്പം ഹി വുഡ് ഫൈൻഡ് എ പൊസിഷൻ വെയിറ്റിംഗ് ഫോർ യു അല്ല ഹിം എന്നാകും. കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളാണ്, പക്ഷെ ഉള്ളത് പറയട്ടെ, നല്ല എളുപ്പമുള്ള റിപ്പോർട്ടഡ് സ്പീച്ച് അവിടെ ചോദിച്ചേക്കുന്നത്. എളുപ്പമുള്ള റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ച കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ താങ്ക്സ് മിസ്. ഓക്കെ യു ആർ വെൽക്കം മോനെ. ഓക്കെ മോനാണോ മോളാണോ? യു ആരാണോ ക്ഷമിക്കണം കേട്ടോ. ഓക്കെ അങ്ങനെ അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് അതൊക്കെ സെറ്റ് ആണല്ലോ, ഫ്രേസൽ സെറ്റ് ആണല്ലോ. അപ്പോൾ ഗ്രാമറൊക്കെ അത്യാവശ്യം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തലോട്ട് പോവുകയാണ്. എന്താണ് അടുത്തത്? 12ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെഡിസിൻസ് ആൻഡ് സെൻഷ്വൽ ഡ്രഗ്സ് ഈസ് സിമ്പിൾ. What is the distinction referred by Dr. Hardin B. Jones here? അപ്പം ദ ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ സെൻഷ്വൽ ഡ്രഗ്സിനെ കുറിച്ചും മെഡിസിൻസിനെ കുറിച്ചും പഠിച്ചായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു അത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, വിട്ട് കളഞ്ഞേക്കരുതെന്ന്. ആരും വിട്ടിട്ട് പോയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. അതിനകത്ത് നമ്മൾ 2 തരം മെഡിസിൻസ് കാണുന്നുണ്ട്. 2 തരം ഡ്രഗ്സ് കാണുന്നുണ്ട്. സെൻഷ്വൽ ഡ്രഗ്സ് ആണ്, ഒന്ന് മെഡിസിൻസ് ആണ്. നമ്മൾ അസുഖങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർ മെഡിസിൻസ് ആണ്.
മെഡിസിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്യൂർ ഡിസീസ്, അതായത് രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതാണ്. അതേസമയം സെൻഷ്വൽ ഡ്രഗ്സിന്റെ ഉദ്ദേശം എന്താണ്? ഇറ്റ് വിൽ ഗിവ് എ പ്ലഷർ, നമുക്ക് തരും പ്ലഷർ തരുന്ന ഡ്രഗ്സ് ആണ് സെൻഷ്വൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? മെഡിസിൻസ് ആർ മെൻ ടു ക്യൂർ, രോഗങ്ങൾ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. അറ്റ് ദ സെയിം ടൈം സെൻഷ്വൽ ഡ്രഗ്സ് ആർ അബ്യൂസ്ഡ് ഫോർ പ്ലഷർ ആൻഡ് കോസ് ഹാം. ഒരു ടെമ്പററി പ്ലഷറിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻഷ്വൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അത് ഒന്ന് മാത്രം ഉപയോഗിച്ചാലും നമുക്ക് കിട്ടാൻ പോകുന്നത് ജീവിതകാലം ഫുള്ളുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. ഉപയോഗിക്കുമ്പോൾ ഒരു കുഞ്ഞ് പ്ലഷർ കിട്ടും, പക്ഷെ ആ ഒരു ചെറിയ പ്ലഷറിന് വേണ്ടിയിട്ട് നിങ്ങൾ ലൈഫ് ലോങ് ഉള്ള നിങ്ങളുടെ പ്ലഷർ ഇല്ലാതാക്കുകയാണ്. അതങ്ങ് എഴുതി വെച്ചാൽ മതി. ഇതൊക്കെ സിമ്പിൾ അല്ലായിരുന്നോ? ഓക്കെ ഫൈൻ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. നമ്മൾ ലാഗാക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് അത് വലിയ പ്രശ്നമാണെന്ന് എനിക്കറിയാം. ഓക്കെ, അടുത്ത് നോക്കിയേ 13ാമത്തെ ക്വസ്റ്റ്യൻ. 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് കേട്ടോ. നോക്കിയേ 13ാമത്തെ ക്വസ്റ്റ്യൻ. There can be no development without sustainable management of the environment in a democratic and peaceful space. How does Wangari Maathai explain sustainable development? എൻ്റെ മക്കളെ, ആ ചാപ്റ്ററിൻ്റെ സമ്മറി അങ്ങ് എഴുതി വെച്ചാൽ മതി, നിങ്ങൾക്ക് കൂളായിട്ട് മാർക്ക് കിട്ടും. ഞാൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് സമ്മറി എങ്കിലും പഠിച്ചിട്ട് കയറി പോണേന്നുള്ളത്. സമ്മറി പഠിച്ച കുട്ടികൾക്ക് ഈ എസ് എ ക്വസ്റ്റ്യൻസിനെല്ലാം സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, അത് എനിക്ക് ഉറപ്പാട്ടോ. എൻ്റെ പിള്ളേർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചാടാ എഴുതിയെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു മിസ്സേ എസ് എ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തകർത്ത് വാരിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഇന്നലെ ലൈവിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു, മക്കളെ സമ്മറി പഠിക്കാതെ കയറി പോകരുത് എന്നുള്ളത്. എല്ലാവരും പഠിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിച്ചവർക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഇവിടെ ചോദ്യം എന്താണ്? ഹൗ ഡസ് വാങ്കാരി മത്തായി എക്സ്പ്ലെയിൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് വാങ്കാരി മത്തായി എന്താണ് പറഞ്ഞിരിക്കുന്നത് അങ്ങ് എഴുതിയാൽ മതി. അത് ആ സമ്മറി എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സിമ്പിളായിട്ട് 4 മാർക്ക് കയ്യിലിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, എഡിറ്റ് ചെയ്യാനാണ്. എഡിറ്റ് ദ ഫോളോവിങ് പാസേജ്. വോളണ്ടിയേഴ്സ് ഫ്രം, ഇതും ഭയങ്കര സിമ്പിളാട്ടോ. ഇത് എനിക്കൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ലെവലായിട്ടാണ് തോന്നിയത് ഈ എഡിറ്റിങ്. ഈ എഡിറ്റിംഗ് ഒക്കെ തെറ്റിച്ചവരെ ശരിക്കും കെട്ടിയിട്ടടിക്കേണ്ടതാണ്. പിന്നെ പോട്ടെ, എന്താണ് എഡിറ്റ് ചെയ്യാനാണ് പാസേജ്. ഭയങ്കര സിമ്പിളാണ്. വോളണ്ടിയേഴ്സ് ഫ്രം സെന്റ് സേവിയേഴ്സ് വാസ് മൊബിലൈസ്ഡ്. എടാ മക്കൾ, ഇവിടെ വാസ് വരുമോ? വാസ് എന്താണ്? സിംഗുലർ ആണ്. വാസ് എന്ന് പറഞ്ഞാൽ സിംഗുലറിന്റെ പ്ലൂറൽ എന്താണ്? വേറാണ്. വോളണ്ടിയേഴ്സ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വോളണ്ടിയർ അല്ല, വോളണ്ടിയേഴ്സ് എന്നാണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ വാസ് ആണോ വരേണ്ടത്? അല്ല, അവിടെ വേറാണ് വരേണ്ടത്. അപ്പൊ എങ്ങനെ വരും? വോളണ്ടിയേഴ്സ് ഫ്രം സെന്റ് സേവിയേഴ്സ് വേർ മൊബിലൈസ്ഡ് എന്നാണ് അവിടെ വരേണ്ടത്. എവിടെ പോയത്? എന്നാണ് വരേണ്ടത്. ഇനി ബാക്കി നോക്കിയേ. ഷാഹീൻ മിസ്ട്രി മേക്ക് എ റഫ് പ്ലാൻ ഓഫ് വാട്ട് ദേ വുഡ് ടീച്ചേഴ്സ്. അപ്പൊ എന്താണ്? ഷാഹീൻ മിസ്ട്രി മേക്ക് എന്ന് വരുമോ? ഇല്ല, പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യം. കാരണം ഓൾറെഡി ഷാഹീൻ മിസ്ട്രി പ്രിപ്പയർ ചെയ്തു. അപ്പൊ അവിടെ എന്താ വരിക? മേക്ക് വരുമോ? ഇല്ല, മെയ്ഡ് എന്നേ വരുള്ളൂ. അപ്പൊ എങ്ങനെ വരും? ഷാഹീൻ മിസ്ട്രി മെയ്ഡ് എ റഫ് പ്ലാൻ ഓഫ് വാട്ട് ദേ വുഡ് ടീച്ചേഴ്സ് എന്ന് വരുമോ? സിംഗുലർ ആണോ വരിക? അല്ല, ടീച്ചർ എന്നേ വരുള്ളൂ. കാരണം അവര് പഠിപ്പിക്കേണ്ടത് എന്താണെന്ന് അവർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ ഉണ്ട്. അപ്പൊ അവിടെ ടീച്ച് വരുമോ? ഇല്ല, ടീച്ചേഴ്സ് എന്നേ വരുള്ളൂ. ടീച്ചർ എന്നേ വരുള്ളൂ. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയിപ്പോയി. ടീച്ചിന്റെ പ്ലൂറൽ എന്താണ്? ടീച്ചാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ടീച്ചേഴ്സ് എന്നുള്ളത് ടീച്ച് ആക്കണം. ഇനി ബാക്കി നോക്കിക്കേ. ദ ക്ലാസ് ഷുഡ് ബി എ പ്ലേസ് വെൻ ദ ചിൽഡ്രൻ കുഡ് ഫീൽ സേഫ്. ഒരു സ്ഥലത്തെ കുറിച്ച് പറയുമ്പം വെന്ന് വരുവോ? ഇല്ല, വേറെ വരുവുള്ളൂ. അപ്പൊ എങ്ങനെ വരും? ദി ക്ലാസ് ഷുഡ് ബി എ പ്ലേസ് വെയർ ദ ചിൽഡ്രൻ കുഡ് ഫീൽ സേഫ് എന്ന് വരും. അപ്പൊ അവിടെ എന്തൊക്കെയാ വ്യത്യാസങ്ങൾ വന്നേക്കുന്നത്? വാസ് എന്നുള്ളത് വേറായി മാറും, മേക്ക് എന്നുള്ളത് മെയ്ഡായി മാറും, ടീച്ചേഴ്സ് എന്നുള്ളത് ടീച്ചായി മാറും, പിന്നെ ഏതായിരുന്നു? വെൻ എന്നുള്ളത് വേറായി മാറും. 4 മാർക്ക്. 4 തെറ്റുകളെ ആ ഒരു പാരഗ്രാഫിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ക്ലിയർ ആക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അതെല്ലാ കുഞ്ഞുങ്ങൾക്കും കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ പോയം എനി വുമൺ ദ സ്പീക്കർ സേസ് ഐ ആം ദ പില്ലർ ഓഫ് ദ ഹൗസ്, ദ കീസ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ. ഹൗ ഡു ദീസ് ലൈൻസ് റെഫർ ദാറ്റ് സ്പീക്കേഴ്സ് റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് വിത്തിൻ ദ ഫാമിലി? അപ്പൊ എന്താണ് എനി വുമൺ എന്ന് പറയുന്നത്? നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ പോയത്തിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. എനി വുമൺ. ഈ ഒരു ലൈൻസ് വായിച്ചിട്ട്
ആ വീട്ടിൽ ആ സ്ത്രീക്കുണ്ടായിരുന്ന പ്രാധാന്യത്തെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് സിംപ്ലി എങ്ങനെ എഴുതാം? ദ സ്പീക്കർ റെപ്രസെൻറ്റിംഗ് ഓൾ മദേഴ്സ് ഈസ് ദ പില്ലർ ഓഫ് ദി ഹൗസ് ഷോവിങ് ഹെർ ഇമ്പോർട്ടൻസ് ഇൻ ഹോൾഡിംഗ് ദ ഫാമിലി ടുഗദർ. അപ്പം എന്താണ് ഈ കഥയിൽ അല്ലെങ്കിൽ ഈ കവിതയിലെ സ്പീക്കർ നമ്മുടെ ലോകത്തുള്ള എല്ലാ അമ്മമാരുടെയും പ്രതിനിധിയാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു അമ്മയുടെ സ്ഥാനം എന്താണെന്നാണ് ഈ ലൈൻസ് വ്യക്തമാക്കുന്നത്. ഒരമ്മ ഒരു വീടിന്റെ തൂണ് പോലെയാണ്. തൂണിന്റെ പ്രത്യേകത എന്താ? ആ ഓൾ ഹൗസിനെ പിടിച്ചു നിർത്തുന്നത് ആ തൂണല്ലേടാ ആണ്. അതേപോലെ ഒരു വീട്ടിലെ മെമ്പേഴ്സിനെ എല്ലാം ഒരുമിച്ച് ചേർത്ത് വെക്കുന്നത് ആരാണ്? അമ്മയാണ്. അപ്പൊ സിംപ്ലി നമുക്ക് എഴുതാം, എന്തെഴുതാം? ദ സ്പീക്കർ റെപ്രസെന്റിംഗ് ഓൾ മദേഴ്സ് ഈസ് ദ പില്ലർ ഓഫ് ദ ഹൗസ് ഷോവിങ് ഹെർ ഇമ്പോർട്ടൻസ് ഇൻ ഹോൾഡിംഗ് ദ ഫാമിലി ടുഗദർ. സിമ്പിളായിട്ട് ഇത് എങ്ങനെ വേണ്ടി നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഇങ്ങനെ തന്നെ എഴുതുന്ന ഒരു നിർബന്ധമില്ല. ആ ഒരു അർത്ഥം വന്നാൽ മതി, നിങ്ങൾക്ക് ഏത് രീതിയിലും എഴുതി വെക്കാം. ഓക്കെ, ഇനി അത് നിങ്ങൾക്കറിയാമല്ലോ, ഇംഗ്ലീഷ് സബ്ജക്റ്റും മലയാളവും ഒക്കെ ഉള്ളൂ ഒരു ക്ലാസ്സിലെ 50 പിള്ളേരും 50 രീതിയിൽ എഴുതിയാലും മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റ്. കാരണം എന്താണ്? അവിടെ 50 പിള്ളേരുടെയും ക്രിയേറ്റിവിറ്റി, 50 പേരുടെയും കോൺട്രിബ്യൂഷൻ ടീച്ചേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ്, ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഓരോരുത്തരുടെയും എന്താ പറയുക അവനവരുടേതായ ഐഡിയാസ് ആണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം 50 പേരും 50 രീതിയിൽ എഴുതിയാലും ഒരു പ്രശ്നമില്ല, ഐഡിയ സെയിം ആകണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രയും സെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഐശ്വര്യമായി 16ാമത്തെ അല്ലേടാ, അതെ 16ാമത്തെ ക്വസ്റ്റ്യനോട് പോവുകയാണ്. എന്താണ് ക്വസ്റ്റ്യൻ? യു ആർ എ ജേർണലിസ്റ്റ് ഹു നോട്ടീസ് ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ സമ്മാൻ ഫൗണ്ടേഷൻ. Write a blog on how Samman Foundation has transformed the lives of the rickshaw workers. റിക്ഷ വർക്കേഴ്സ് എന്നാണോ ക്വസ്റ്റ്യൻ? എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചതായിട്ടൊന്ന് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, റിക്ഷ വർക്കേഴ്സ് എന്നായിരിക്കും. അപ്പം എന്താണ്? ഒരു ബ്ലോഗ് പ്രിപ്പയർ ചെയ്യാനാണ്. സമ്മാൻ ഫൗണ്ടേഷനെ കുറിച്ചിട്ട് ഒരു ബ്ലോഗ് പ്രിപ്പയർ ചെയ്യുക. പഠിപ്പിച്ചതല്ലേ, എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഞാനതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, കാരണം എക്സ്പ്ലനേഷൻ ആരും ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബ്ലോഗ് എഴുതാനായിരുന്നു. എന്തിനെ കുറിച്ചിട്ട്? സമ്മാൻ ഫൗണ്ടേഷനെ കുറിച്ചിട്ട്. ഓക്കെ, ഇനി അടുത്തതാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. ഹാർഡിൻ ബി ജോൺസ് ഒബ്സർവ്സ് ഇൻ ഹിസ് എസ്സേ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ദാറ്റ് sensual drugs affect the chemistry of the brain cells. Write a paragraph discussing the harmful effects of drug abuse on the brain and overall health. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ സമ്മറി മാത്രം എഴുതിയാൽ മതി. കാരണം ആ ചാപ്റ്ററിൽ ഫുള്ള് പറഞ്ഞിരിക്കുന്നത് ഡ്രഗ് അബ്യൂസ് എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ബാധിക്കും, എങ്ങനെയൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കും എന്നാണ് ആ ചാപ്റ്ററിൽ ഫുള്ള് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമ്മറി എഴുതുന്ന എല്ലാ കുട്ടികൾക്കും അവിടെ മാർക്ക് കിട്ടിയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ സമ്മറി മാത്രം ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു, സമ്മറി എഴുതിയാൽ മതിയായിരുന്നു. ഓക്കെ ഫൈൻ, അത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ക്ലൈമാക്സ് ഓഫ് ദ പ്ലേ paused early for Christmas, the clock of the tourist is ruined and the assistant resigned from her post. Prepare 4 questions to interview her. അപ്പം എന്താണ്? അത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം നമ്മൾ വിചാരിച്ചത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അതായിരുന്നില്ല, പക്ഷെ അത് ഇച്ചിരി ട്രിക്കി ആയിട്ടാണ് ചോദിച്ചത്. പക്ഷെ അത് എഴുതാൻ പറ്റും, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻ എന്താ മക്കളെ? നമ്മൾ ദ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്നൊരു ചാപ്റ്റർ പഠിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ടൂറിസ്റ്റ് കൊണ്ടുപോയിട്ട് ഒരു ക്ലോക്കൊക്കെ പാഴ്സൽ കൊടുത്തായിരുന്നു. ആ പാഴ്സൽ എന്താ പറയുക, ആ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരും കുറേ പേരും കൂടെ നശിപ്പിച്ചു. അങ്ങനെ ആ അസിസ്റ്റന്റ് ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയാണ്. കാരണം അങ്ങനെ അബദ്ധം കാണിച്ചതുകൊണ്ട് റിസൈൻ ചെയ്ത് പോവുകയാണ്. അപ്പം അവരോട് നിങ്ങളൊരു ഇൻ്റർവ്യൂ നടത്താൻ പോവുകയാണ്. അപ്പം ഇൻ്റർവ്യൂ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ ചോദിക്കാൻ സാധിക്കും? ഒന്ന് നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾ റിസൈൻ ചെയ്യുന്നത്? വാട്ട് ലെഡ് ടു യുവർ റെസിഗ്നേഷൻ? എന്തുകൊണ്ടാണ് നിങ്ങൾ റിസൈൻ ചെയ്യുന്നത് ചോദിക്കാം. പിന്നെ എന്താ ചോദിക്കാം? ഹൗ ഡിഡ് ദ ബ്രോക്കൺ ക്ലോക്ക് അഫക്റ്റ് യു? ആ തകർന്ന ക്ലോക്ക്, ആ ഒരു പ്രശ്നം നിങ്ങളെ എത്രത്തോളം അഫക്റ്റ് ചെയ്തു, എങ്ങനെയാണ് നിങ്ങൾ അഫക്റ്റ് ചെയ്തതെന്ന് ചോദിക്കാം. വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് വർക്കിംഗ് ഡ്യൂറിങ് ദ ഹോളിഡേയ്സ്? അപ്പം ഇത്തരം ക്രിസ്മസ് ഹോളിഡേയിലല്ലേ സംഭവം നടന്നത്. അപ്പം ഇത്തരം ഹോളിഡേയ്സ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കും. അപ്പം ഡു യു ബിലീവ് ടൈമിങ് അഫക്റ്റ് റിലേഷൻഷിപ്സ്? അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ ഡു യു ഫീൽ നൗ എന്ന് ചോദിക്കാം. ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിക്കാം. കാരണം അവർ ഓൾറെഡി റിസൈൻ ചെയ്ത് ഇറങ്ങുന്ന വ്യക്തിയാണ്. അപ്പം അവരുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിക്കാം. അങ്ങനെ എക്സെട്ര എന്ത് വേണമെങ്കിലും ചോദിക്കാം. 4 നല്ല ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ. 4 നല്ല ക്വസ്റ്റിൻ എഴുതുക, അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആരും അതിന് ആൻസർ എഴുതിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മക്കളെ, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇന്നലെ ലൈവിൽ പിന്നെയും പറഞ്ഞായിരുന്നു, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം ക്വസ്റ്റ്യൻസ് മാത്രമേ
ക്വസ്റ്റ്യൻസ് മാത്രമേ എഴുതാവുള്ളൂ, ആൻസർ ഒന്നും എഴുതണ്ട കേട്ടോ. മാം ഫിസിക്സ്, മോളെ ഫിസിക്സിൻ്റെ ലൈവ് ഉണ്ട് കേട്ടോ. ഫിസിക്സിൻ്റെ ലൈവുമായിട്ട് നമ്മുടെ അർച്ചന മിസ് പവറായിട്ട് വരുന്നതായിരിക്കും. ഇപ്പം ജിനു സാറ് പവർ പാക്കായിട്ട് കയറാൻ പോവുകയാണ്. നാളെ മാത്സിൻ്റെ എക്സാം ആണല്ലോ. ഓക്കെ, അപ്പോൾ മാത്സിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജിനു സാർ ഇപ്പോൾ കയറാൻ പോവുകയാണ്. ഒരു വമ്പൻ ലൈവാണ് സാറ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു രാത്രി മുഴുവൻ ലൈവാന്ന് തോന്നുന്നു. കാരണം അമ്മാതിരി PPTയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സാറ് കയറുന്നത്. ഒരു തകർപ്പൻ ലൈവാണ്. ഇർഷാദ് മോനെ ഫിസിക്സിൻ്റെ വരുന്നുണ്ടോടാ കുഞ്ഞെ. ഫിസിക്സിൻ്റെ ലൈവായിട്ട് അർച്ചന മിസ് വരുന്നുണ്ട് കേട്ടോ. നാളെ ഫിസിക്സിൻ്റെ ലൈവായിട്ട്. നാളെ ഫിസിക്സ് അല്ലേ? അതെ, നാളെ ഫിസിക്സിൻ്റെ ലൈവായിട്ട് അർച്ചന മിസ് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ താങ്ക് യു വെൽക്കം മോളെ. അപ്പോൾ എന്താണ്, അത്രയും ചോദിച്ചാൽ മതി ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത് എക്സ്പ്ലോർസ് പവർഫുൾ ലെസൺസ് അബൌട്ട് ട്രൂത്ത്. You are told to introduce the play to a group of audience on the occasion of your school festival. Prepare the script for comparing. അപ്പോൾ എന്താണ്, കോമ്പയറിങ്ങിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഇന്നലെ ലൈവിൽ പഠിപ്പിച്ചതായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് പഠിച്ചവർക്ക് സിമ്പിളായിട്ട് ആൻസർ എഴുതാമായിരുന്നു, ഒരു സംശയമില്ല. അപ്പോൾ എന്താണ് ചോദിച്ചേക്കുന്നത്? ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ആ ചാപ്റ്റർ നമ്മൾ സ്കൂൾ ഫെസ്റ്റിവലിൽ നമ്മൾ പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഞാനിത് ഇങ്ങനെ തന്നെ വരും ഇന്നത്തെ ലൈവിൽ പറഞ്ഞതാണ്. സംശയമുള്ളവർക്ക് ലൈവ് പോയി എടുത്ത് നോക്കാം. ഞാനിത് ഇങ്ങനെ വരുമെന്ന് ഇന്നത്തെ ലൈവിൽ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ ആ ഒരു നാടകം അരങ്ങേറുന്നതിന് മുമ്പായിട്ട് ഒരു അനൗൺസ്മെന്റ് പറയാൻ പോകണം. എനിക്ക് കോമ്പയറിങ് പറയാൻ പോവുകയാണ്, അത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് സുഖമായിട്ട് അത് എഴുതാമായിരുന്നു. ബയോളജി പ്ലീസ്, ബയോളജിയും വരും കേട്ടോ. ബയോളജിയുടെ ലൈവും എല്ലാം ഉണ്ട്. എല്ലാ ലൈവും എല്ലാവരും വരുന്നതായിരിക്കും. നിങ്ങൾ ആരും പേടിക്കണ്ട, ആരും വിഷമിക്കണ്ട, എല്ലാവരും എത്തിയിരിക്കും. ആരും ടെൻഷനാവണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ 19ാമത്തെ കോമ്പയറിങ്ങിൻ്റെ സ്ക്രിപ്റ്റ് എല്ലാവരും എഴുതി ഞാൻ വിശ്വസിക്കുന്നു. എഴുതിയിട്ടില്ലെങ്കിൽ മക്കളെ അത് നിങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ മാർക്ക് കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി അടുത്ത നോക്കിയേ, 20 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 എണ്ണം അറ്റൻഡ് ചെയ്യാനാണ്. ഓരോ ക്വസ്റ്റ്യനും 6 മാർക്കാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ പോപ്പുലർ മാഗസീൻ ഫ്യൂച്ചർ വോയിസസ് ഹാസ് ഇൻവൈറ്റഡ് യു ടു റൈറ്റ് ആൻ ആർട്ടിക്കിൾ titled Why Women Empowerment is Essential in India to be featured in an upcoming issue. Draft an article that discusses the importance of empowering women in Indian society. അത്രയൊന്നും വായിച്ചില്ലും, ലാസ്റ്റ് ലൈൻ മാത്രം വായിച്ച് നോക്കുക. എന്താ എൻ്റെ പിള്ളേരെ പറഞ്ഞേക്കുന്നത്? ഡ്രാഫ്റ്റ് ആൻഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞേക്കുക. ഒരു ആർട്ടിക്കിൾ അങ്ങ് എഴുതുക. എന്തിനെ കുറിച്ചിട്ട്? ഇമ്പോർട്ടൻസ് ഓഫ് എംപവറിംഗ് വുമൺ ഇൻ ഇന്ത്യൻ സൊസൈറ്റി. നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ അങ്ങ് അടിച്ചു വിടുക. അത്രേ സംഭവം പറയുന്നുള്ളൂ. ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു സമ്മറി എഴുതിയാൽ മതി. അപ്പം എന്താണ്? വിമൺ എംപവർമെന്റ്, ദ 3 Ls ഓഫ് എംപവർമെന്റിന്റെ ആ ചാപ്റ്ററിന്റെ സമ്മറി അങ്ങ് തട്ടി വിട്ടാൽ മതി. മാർക്ക് അവിടെ 6 മാർക്ക് ആണല്ലേ? 6 മാർക്ക് കയ്യിലിരുന്നു. അത്ര എഴുതിയാൽ മതിയായിരുന്നു. മിസ് ബയോളജി ഇമ്പോർട്ടൻറ്റ് പറയുക. കുഞ്ഞെ ഞാൻ ഇംഗ്ലീഷിൻ്റെ ടീച്ചറാണ്, ബയോളജിയുടെ ടീച്ചർ വിദ്യാ മിസ് ആണ്. വിദ്യാ മിസ് നിങ്ങൾക്ക് ലൈവ് എടുത്ത് നിങ്ങളെ സെറ്റാക്കി വിടും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? How do Nomida's independence and rebellious nature contrast with her mother's traditional and self-sacrificing qualities? And what does this reveal about their distinct perspectives on life and family values? അപ്പോൾ എന്താണ്? നോമിത എന്ന് പറയുന്നത് ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്, ഭയങ്കര ബോൾഡാണ്, കുറച്ചും കൂടെ ഫ്രീഡം ആകുന്ന ഒരു പെൺകുട്ടിയാണ്. അതേസമയം നോമിതയുടെ അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി സഹിച്ചും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തും കഴിയുന്ന ഒരു പാവം സ്ത്രീയാണ്. നോമിത പാവമല്ല എന്നല്ല ഞാൻ പറയുന്നത്. 2 പേർക്കും 2 ക്വാളിറ്റീസ് ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള സ്വഭാവത്തിൻ്റെ വ്യത്യസ്തതകളെ കുറിച്ച് എഴുതാൻ വേണ്ടിയാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ സാധിക്കും. എങ്ങനെ? ഓക്കെ, എന്താണ്? നോമിത എന്ന് പറയുന്ന വ്യക്തി ഫ്രീഡം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ഐഡന്റിറ്റി ആഗ്രഹിക്കുന്ന വ്യക്തി. നമുക്ക് നോമിതയുടെ ക്യാരക്ടർ സ്കെച്ചും അതേപോലെ നോമിതയുടെ അമ്മയുടെ ഒരു കഥാപാത്രവും ആ ഒരു കഥയും വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. മെയിനായിട്ട് നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എഴുതാൻ സാധിക്കും. കാരണം നോമിത എങ്ങനത്തെ ആളാണ്, എങ്ങനത്തെ വ്യക്തിയാണെന്നുള്ളത് റിവീൽ ചെയ്യുന്ന നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുക. അമ്മയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതിട്ട് നമ്മൾ ആ കഥയും കൂടെ ഒന്ന് എഴുതി വെച്ചാൽ മതി. അത്യാവശ്യം ആ ആൻസറിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുണ്ട് കേട്ടോ. അത്രയും എഴുതിയാൽ മാത്രം മതി കേട്ടോ. ഡോണ മിസ്, ഓക്കെ താങ്ക് യു മോനെ. ആരാണ്? റോങ് നമ്പറോ? ഓക്കെ, ഇനി ആരാണെങ്കിലും റോങ് നമ്പർ, താങ്ക് യു. അപ്പോൾ എന്താണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ? എന്താണ്? R.K. നാരായൺ, 22ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. R.K. നാരായൺ portrays the effects of excessive parental care on a child's sense of responsibility and independence in his short story Crime and Punishment. Attempt a review of the story. ആ സ്റ്റോറിയുടെ സമ്മറി എഴുതിയാൽ മതി. അതായത്
എന്താണ് പേരൻസിന്റെ അമിതമായ പാമ്പറിങ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കുന്നത് തെറ്റാണെന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ആ ഒരു സ്റ്റോറി പറഞ്ഞേക്കുന്നത്. ആ സ്റ്റോറിയുടെ സമ്മറി എഴുതിയാൽ മതി. അവിടെ നിങ്ങൾക്ക് 6 മാർക്ക് കയ്യിലിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ജിസ്റ്റി റജി വിദ്യാ മിസ് ബയോളജി ലൈവ് ആയിട്ട് വരുന്നുണ്ട്. മിസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, അതുപോലെ ഞാൻ വിദ്യാഭ്യാസത്തോട് പ്രത്യേകം പറഞ്ഞേക്കാം, പിള്ളേർ ഇങ്ങനെ 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 ബയോളജിയുടെ ലൈവിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ, മിസ്സിന് ഹാപ്പി ആവട്ടെ. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ആരെയും വെറുതെ വിടാൻ പാടില്ലല്ലോ, മിസ്സിനും ഇരിക്കട്ടെ ലൈവ്. അങ്ങനെ അപ്പോൾ എന്താണ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അന്റോണിയോ ഡിസൈഡഡ് ടു സെൻഡ് ആൻ ഇമെയിൽ. എടാ പിള്ളേരെ, ഇല്ല, പോരാ, പവർ തീരെ ഇല്ല കേട്ടോ, പവർ തീരെ ഇല്ല. സബ്സ്ക്രൈബ് ചെയ്തേ. എടാ മക്കളെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ, നമ്മുടെ ഫാമിലി വലുതാവട്ടെ. പ്ലീസ് ടു സബ്സ്ക്രൈബ്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഈ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോ. ഓക്കെ, അതേപോലെ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ആൻസർ കീ എല്ലായിടത്തും ഒന്ന് വ്യാപിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 23ാമത്തെ ക്വസ്റ്റ്യൻ. Antony decided to send an email to a family member describing his preparation for the boxing match against his best friend. Compose the email explaining the challenges of competing against his best friend and how it affected the feelings about friendship and sportsmanship. അപ്പോൾ എന്താണ്, നമ്മുടെ ആന്റോണിയോ ആർക്കാണ്, ഫാമിലി മെമ്പർക്ക് ഒരു ഇമെയിൽ അയക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഞാൻ ഇമെയിൽ എങ്ങനെ പറഞ്ഞു തന്നായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, താങ്ക് യു അർച്ചന സുരേന്ദ്രൻ. ബയോളജി ലൈവ് എപ്പോഴാണെന്ന് വെച്ചാൽ ബയോളജി എക്സാമിന് തലേ ദിവസം. ഓക്കെ, ബയോളജി എക്സാമിന് തലേ ദിവസം വിദ്യാമിസ് പവർഫുൾ ലൈവായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ആക്ച്വലി വിദ്യാമിസ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കുകയാണ്. എൻ്റെ പിള്ളേർ ബയോളജിയുടെ കാര്യം ചോദിക്കുന്നുണ്ടോ, എനിക്ക് ലൈവ് എടുക്കണം എന്ന് പറഞ്ഞ് മിസ് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ മിസ്സിനോട്, മിസ്സിൻ്റെ പിള്ളേർ അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ, അതുപോലെ അർച്ചന മിസ്സിനോട് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഫിസിക്സിൽ ലൈവ് എല്ലാവരും അന്വേഷിക്കുന്നത്. മിസ്സൊക്കെ സെറ്റായിട്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പം തന്നെ കയറണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നെ കയറ്റി വിടത്തില്ല, അതുപോലെ എങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പം കയറണമെന്നും പറഞ്ഞ് ഞാൻ കയറ്റി വിട്ടേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണ്, അന്റോണിയോ ഫാമിലി മെമ്പർക്ക് ഒരു ഇമെയിൽ അയക്കുകയാണ്. എന്താണ്, ഇങ്ങനെ വരും ദിവസങ്ങളിൽ ഒരു ബോക്സിങ് കോമ്പറ്റീഷന് പങ്കെടുക്കുകയാണ്, എൻ്റെ ഉറ്റ സുഹൃത്തായ ഫെലിക്സുമായിട്ടാണ് എൻ്റെ കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞ് ആ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ഫാമിലി മെമ്പർക്ക് ഒരു ഇമെയിൽ അയക്കുകയാണ്. ആ ഇമെയിൽ പ്രിപ്പയർ ചെയ്യാനാണ്. ഒരു ഇമെയിലിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് ഇന്നലെ ഞാൻ കൃത്യമായിട്ടും ലൈവിൽ പറഞ്ഞു തന്നിരുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഫോർമാറ്റുകളിൽ ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചത് ഇമെയിലിൻ്റെ ആയിരുന്നു. നല്ല വ്യക്തമായി ഞാനത് എങ്ങനെ എഴുതണമെന്നുള്ളത് പറഞ്ഞു തന്നിരുന്നു. 2-ന്റെ അവിടെ ഒരു മെയിൽ ഐ ഡി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഓർമ്മയില്ലേ? ആ സംഭവം അങ്ങ് എഴുതിയാൽ മതിയായിരുന്നു. ഓക്കെ, ഹായ് നവീനെ മോനെ, കുഞ്ഞ് ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? അടുത്ത ക്വസ്റ്റ്യൻ എവിടെയാണ്? നമ്മൾ എവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓക്കെ, അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആസ് ദ ഹെഡ് ബോയ് ഓർ ഹെഡ് ഗേൾ write a letter of enquiry to the manager of a local museum seeking permission for a study tour. Include the number of students and teachers, the purpose of the visit and the preferred date and time. അപ്പോൾ എന്താണ്, ഞാൻ ഇന്നലെ ഫോർമൽ ലെറ്റർ പഠിപ്പിച്ചായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം പഠിച്ചത് ഫ്രണ്ട്ലി ലെറ്റർ ആയിരുന്നു, പിന്നെ നമ്മൾ ഫോർമൽ ലെറ്റർ പഠിച്ചായിരുന്നു, പിന്നെയായിരുന്നു നമ്മൾ ലെറ്റർ ടു ദ എഡിറ്റർ പഠിച്ചത്. ഇത് ഓർമ്മയുണ്ടല്ലോ? അതിലെ ഫോർമൽ ലെറ്റർ ആണ് ഇവിടെ എഴുതേണ്ടത്. കാരണം എന്താണ്, ഇത് ആർക്കുള്ള ലെറ്റർ ആണ്? മാനേജർ ഓഫ് എ ലോക്കൽ മ്യൂസിയത്തിന്റെ മാനേജർക്ക് എഴുതുന്ന ലെറ്റർ ആണ്. അത് ഫ്രണ്ട്ലി ലെറ്റർ എഴുതിയാൽ മതിയോ? ആ മാനേജർ സുഖമായിട്ടിരിക്കുന്നോ, ഹാപ്പി ആയിട്ട് എന്നോട് വിശേഷം എന്ന് ചോദിച്ചാൽ മതിയോ? പോരാ, നമ്മൾ റെസ്പെക്ട്ഫുള്ളി ചോദിക്കണം. അപ്പൊ എന്താണ്, അതൊരു ഫോർമൽ ലെറ്റർ ആണ്. ഇൻഫോർമൽ ലെറ്റർ എഴുതാൻ പാടില്ല, ഒരു ഫോർമൽ ലെറ്റർ ആണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഫോർമൽ ലെറ്റർ അങ്ങ് എഴുതി വെച്ചാൽ മതിയായിരുന്നു. ആ ഫോർമാറ്റുകൾ ഫ്രം അഡ്രസ്സ്, ഡേറ്റ്, ടു അഡ്രസ്സ്, സബ്ജക്റ്റ്, റെസ്പെക്റ്റഡ് സാർ എന്ന് പറയുക, അതിനുശേഷം ലാസ്റ്റ് യുവേഴ്സ് ട്രൂലി എന്ന് പറഞ്ഞിട്ട് പേരെഴുതുക, സിഗ്നേച്ചർ ഇടുക. ഇത്രയും സംഭവമേ ഉള്ളൂ. എന്താ പറയുക, ബോഡി ഓഫ് ദി ലെറ്റർ മാത്രം നമ്മളൊന്ന് സെറ്റ് ആക്കിയാൽ മതി. അതെന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ഇതേ ക്വസ്റ്റിനിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് മക്കളെ പറയേണ്ടത്? എവിടെ പോയി? ഒന്ന് കണ്ണ് തെറ്റുമ്പോഴത്തേനും ക്വസ്റ്റ്യൻ പോവുകയാണല്ലോ. ഓക്കെ, ഇവിടെ ഉണ്ട്. എന്താണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, എത്ര പേര് അവിടേക്ക് ചെല്ലുന്നുണ്ടെന്ന് പറയാം. പർപ്പസ് ഓഫ് ദ വിസിറ്റ് പറയാം. ഏത് ഡേറ്റിലാണ്, ഏത് ടൈമിലാണ് ചെല്ലുന്നതെന്നുള്ളത് പറയാം. ഇത്ര അങ്ങ് പറഞ്ഞാൽ മതി. ഒരു പേജ് കൂടുതൽ ലെറ്റർ എഴുതേണ്ട ആവശ്യമില്ല. ഫോർമൽ ലെറ്റർ അത്രയും മതി കേട്ടോ. ഹൃദിക് ഡോണ മിസ്, എന്തോ മോനെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഹായ് ഹൃദിക്, ഹായ് നവീൻ, ഹായ് അർച്ചന, ഹായ്
ഹൈ റോങ് നമ്പർ, എല്ലാവർക്കും ഹൈ കേട്ടോ. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി. ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റിന് തന്നെ നല്ലൊരു മാർക്കുണ്ട് കേട്ടോ. അത് തെറ്റിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഫ്രം അഡ്രസ്സ്, ഡേറ്റ്, ടു അഡ്രസ്സ്, സബ്ജക്റ്റ്, ഡിയർ എന്ന് പറയുക, അതിനുശേഷം ബോഡി ഓഫ് ദി ലെറ്റർ, ദെൻ ലാസ്റ്റ് യോസ് ട്രൂലി എന്ന് പറഞ്ഞിട്ട് പേരെഴുതുക, സിഗ്നേച്ചർ ഇടുക. അതേപോലെ ഫ്രം അഡ്രസ്സും ഡേറ്റും ടു അഡ്രസ്സും യോസ് ട്രൂലിയും സിഗ്നേച്ചറും പേരും ഈ വക സംഭവങ്ങളെല്ലാം നമ്മുടെ മാർജിനോട് ചേർന്നേ എഴുതാൻ പാടുള്ളൂ. അതിൽ ഇന്നലെ ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അയ്യോ, ഓക്കെ, ഞാൻ ഫാസ്റ്റ് ആയിട്ടല്ലേ പോകുന്നത്. എനിക്ക് ലാഗ് അടിക്കാൻ താല്പര്യമില്ല, കാരണം നിങ്ങൾക്കും അടുത്ത ദിവസത്തെ പഠിക്കാനുള്ളത് എനിക്കറിയാം. പിന്നെ മാത്സ് ജിനു സാർ ഇങ്ങനെ ഡോറിങ് നിപ്പുണ്ട്, എനിക്ക് ഇപ്പം കയറണം എന്ന് പറഞ്ഞ ശല്യമാണ്. അപ്പം എനിക്ക് കയറ്റി വിടുകയും ചെയ്യണം. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ്. Write a newspaper report on the recent Wayanad tragedy caused by landslides and heavy rains. Highlight the loss of lives, destruction of houses and the relief measures taken by the government. അപ്പോൾ എന്താണ്? ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. എന്തൊക്കെ കൊടുക്കണം? നമ്മുടെ പ്രശ്നം എന്താണ്? വയനാട് ട്രാജഡി, ലാൻഡ്സ്ലൈഡ്, അതായത് ഉരുൾപൊട്ടൽ, വലിയ കനത്ത മഴയും ഉരുൾപൊട്ടലും കാരണം വയനാടിലുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ്. ഐ തിങ്ക് അന്നുണ്ടായ ആ ദുരന്തത്തെക്കുറിച്ച് എഴുതാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നല്ലൊരു ക്യാച്ചി ടൈറ്റിലാണ്. അതായത് പെട്ടെന്ന് ആൾക്കാർക്ക് വായിക്കാൻ തോന്നുന്ന ഒരു ടൈറ്റിൽ വേണം, ഒരു തലക്കെട്ട് വേണം. അതിനുശേഷം സ്ഥലപ്പേര് കൊടുക്കുക. അതിനുശേഷം ഈ ന്യൂസ് എന്താണ് സംഭവം, എവിടെയാണ് സംഭവം, എപ്പോഴായിരുന്നു ഈ സംഭവം, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായും ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കണം. ഒരു പേജിൽ കൂടുതൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതേണ്ട ആവശ്യമില്ല. അതേപോലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതിയതിനു ശേഷം അത് ബോക്സിലാക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഫൈൻ. ഇനി അങ്ങനെ നമ്മൾ 25ാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്കാണ്. അതായത് നിങ്ങളെല്ലാവരും കാത്തിരുന്ന, എനിക്ക് പ്രൗഡ്ലി പറയാൻ സാധിക്കും, ഞാൻ പറഞ്ഞ എല്ലാ സംഭവങ്ങളും 8 മാർക്കിന് വന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഓഫ്ലൈൻ പിള്ളേരുണ്ടായിരുന്നു. ആ കുട്ടികളോട് ഞാൻ പറഞ്ഞത് അതങ്ങനെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇന്നലെ ലൈവിന് സമയത്ത് ഞാൻ പറഞ്ഞു തന്ന എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട്. പഠിച്ച കുട്ടികൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റിയിരിക്കണം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ല. 8 മാർക്കിൻ്റെ നോക്കിയേ, 26 മുതൽ 28 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. 3 എണ്ണം കൊണ്ടൊന്നും എഴുതണ്ട കേട്ടോ, വെറുതെ സമയം കളയരുത് നിങ്ങൾ. 3 എണ്ണം ഒന്നും എഴുതണ്ട, 2 എഴുതിയാൽ മതിയായിരുന്നു കേട്ടോ. ഓക്കെ, കാരണം 2 എണ്ണം എഴുതിയാലും 3 എണ്ണം എഴുതിയാലും നിങ്ങൾക്ക് 2 എണ്ണത്തിന് മാർക്കേ കിട്ടത്തുള്ളൂ. അത് വേറൊരു സത്യം. എന്നെ ഒരു കുട്ടി വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, മിസ്സേ ഞാൻ അങ്ങ് 3 എണ്ണം അങ്ങ് എഴുതി വെച്ചു. അപ്പം ഞാൻ അവനെ തളർത്തണ്ട എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു, ആണോ മിടുക്കനാടാന്നൊക്കെ പറഞ്ഞ് വിട്ടു. പക്ഷെ അങ്ങനെയല്ല, 3 എണ്ണം ഒന്നും എഴുതരുത് കേട്ടോ. 3 എണ്ണം എഴുതിയാൽ നിങ്ങൾക്ക് 2 എണ്ണത്തിന് മാർക്കേ കിട്ടത്തുള്ളൂ. പിന്നെ എന്ത് നിങ്ങൾ 3 എണ്ണം എഴുതി സമയം കളയുന്നതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗിവൺ ബിലോ ഈസ് ആൻ അഡ്വർടൈസ്മെന്റ് ഇൻ എ പോപ്പുലർ ഡെയിലി പോസ്റ്റഡ് ബൈ ദ നാഷണൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സീക്കിംഗ് കാൻഡിഡേറ്റ്സ് ഫോർ ദ പോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷണൽ കൗൺസിലർ ടു പ്രൊവൈഡ് കരിയർ guidance and counseling to students. Imagine you possess the necessary qualifications for the post. Prepare an application letter and resume for the positions. അപ്പോൾ എന്താണ്? റെസ്യൂമെയും ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും വരുമെന്ന് ഞാൻ ഇന്നലെ 100 തവണ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉറപ്പായും വരുമെന്ന്, അത് പഠിക്കാതെ കയറിയേക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതാ 8 മാർക്കിന് ചോദിച്ചിരിക്കുന്നു. ഇന്നലെ ലൈവ് കണ്ടവരും എൻ്റെ നോട്ട് നോക്കി പഠിച്ച കുഞ്ഞുങ്ങൾക്കും സിമ്പിളായിട്ട് 8 മാർക്ക് മേടിക്കാൻ സാധിക്കുമെന്നാൽ എനിക്കൊരു സംശയമില്ല. ഇനി ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു അത് എല്ലാവരും എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എഴുതിയെന്നൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിച്ചേക്കരുത്. അങ്ങനെ ആരും പറയുന്നില്ലല്ലോ, ഭാഗ്യം അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അപ്പം എന്താണ്, അത് എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം എന്താണ് ഇത്? CV തയ്യാറാക്കാനാണ്. അതുപോലെ ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും CV രണ്ടും വേണം കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു, ആദ്യം ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ റെഡിയാക്കിയിട്ട് അതൊരു ബോക്സിലാക്കി വെക്കുക. അടുത്തത് റെസ്യൂമെ എഴുതുക, അതും ഒരു ബോക്സിലാക്കി എഴുതി വെക്കുക. സംഭവം സെറ്റ്. 8 മാർക്ക് കിട്ടി. അപ്പം ഇവിടെ ഏത് പോസ്റ്റിലോട്ടാണ് ചോദിച്ചേക്കുന്നത്? എഡ്യൂക്കേഷണൽ കൗൺസിലറിന്റെ പോസ്റ്റിലോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എവിടേക്കാണ്? നാഷണൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പം നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ സംഭവങ്ങളൊക്കെ എഴുതുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കീ പോയിന്റ്സ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അതായത് ഏത് പോസ്റ്റിലോട്ടാണ്, എവിടേക്കാണ് ലെറ്റർ അയക്കേണ്ടത്, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ തരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് എഡ്യൂക്കേഷൻ കൗൺസിലർ ആയിട്ടാണ്. നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്
കണ്ട എല്ലാം കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ കൗൺസിലറിന്റെ പോസ്റ്റിലോട്ടാണ്. വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സൈക്കോളജി ഓർ എഡ്യൂക്കേഷൻ ആണ്. അതേപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് 3 years ഉണ്ടായിരിക്കണം. അതേപോലെ ഈ CV എവിടേക്കാണ് അയക്കേണ്ടത്? ദ അഡ്മിനിസ്ട്രേറ്റർ, നാഷണൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, 45 നോളജ് ലെയിൻ, ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂരു, പിൻകോഡ്. അപ്പൊ എല്ലാം തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ പറ്റത്തില്ല. എന്ത് സിമ്പിളാന്ന് നോക്കിക്കേടാ. എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ തന്നേക്കും, അതൊന്ന് എടുത്തെഴുതിയാൽ മാത്രം മതി. CV-യുടെയും ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിന്റെയും ഫോർമാറ്റ് പഠിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ 8 മാർക്ക് കിട്ടിയിരിക്കും. 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല, അത് എൻ്റെ ഉറപ്പാണ്. പഠിച്ച എല്ലാ കുഞ്ഞുങ്ങളും ഈ 8 മാർക്ക് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾ ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും എഴുതണമായിരുന്നു, അതേപോലെ CV-യും എഴുതണമായിരുന്നു. രണ്ടും എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിച്ച് 2 കൂടി എഴുതിയാൽ 8 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ മാത്രം എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടത്തുള്ളൂ. റെസ്യൂമെ മാത്രം എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടത്തുള്ളൂ. 2 കൂടി എഴുതിയാൽ മാത്രമേ 4+4 8 മാർക്സ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അത് കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത് എന്താണ്? അടുത്തതൊരു സിമ്പിൾ സാധനമാണ്. Write an essay discussing how the theme of women empowerment is presented in the 3 L's of empowerment, Matchbox and Horigallu. ഈ 3 കഥയിലും നമ്മൾ മനുഷ്യരുടെ ഇമോഷൻസിനെ കുറിച്ചാണ് പഠിച്ചേക്കുന്നത് അല്ലേ? 3 L's of empowerment കംപ്ലീറ്റ്ലി വുമനെ കുറിച്ചിട്ടാണ്. മാച്ച് ബോക്സിലും കംപ്ലീറ്റ്ലി ഒരു വുമന്റെ ഇമോഷൻസിനെ കുറിച്ചിട്ടാണ്. ഇനി ഹൊറിഗല്ലുവില് ഹ്യൂമൻ ഇമോഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? എൻ്റെ മക്കളെ, കാര്യമായിട്ട് ഒന്നും ചെയ്യണ്ട. ഈ 3 ചാപ്റ്റേഴ്സിൻ്റെയും കൂടെ സമ്മറി അങ്ങ് ക്ലബ് ചെയ്ത് എഴുതിയാൽ മതി. 3 പാരഗ്രാഫ് ആക്കി ഈ 3 ചാപ്റ്റേഴ്സിൻ്റെയും കൂടെ സമ്മറി അങ്ങ് എഴുതി വെക്കുക. 8 മാർക്ക് കയ്യിലിരുന്നു. സിമ്പിൾ അല്ലേ? ഞാൻ ചുമ്മാ തള്ളുന്നതോ അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ടോ പറയുന്നതല്ല. എടാ മക്കളെ, ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര സിമ്പിളായിരുന്നു. ഇത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ പറയരുത്. എൻ്റെ പിള്ളേർ വിളിച്ചിട്ടുണ്ടായിരുന്നു, മിസ്സേ എളുപ്പമായിരുന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. നിങ്ങളെപ്പോലെ പഠിച്ച കുഞ്ഞുങ്ങളാണ്. അവർ പറഞ്ഞു മിസ്സേ അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് എക്സാമിന് ആരും തോക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. തോറ്റിട്ട് വന്നാണ്ടല്ലോ ഇടിയാണ്, ഓടിച്ചിട്ട് ഇടിയാ കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ അതാണ് 3 ചാപ്റ്റേഴ്സിനെയും കൂടെ സമ്മറി ക്ലബ് ചെയ്ത് എഴുതിയാൽ മതി. അവിടെ നിങ്ങൾക്ക് 8 മാർക്ക് കയ്യിലിരിക്കും. ഞാൻ പ്രത്യേകം ഒന്നിനെ പറഞ്ഞായിരുന്നു സമ്മറി പഠിക്കാതെ കയറി പോയേക്കരുതെന്ന്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? പോയം അപ്രിസിയേഷൻ. ഇന്നലെ ഞാൻ 100 തവണ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റ് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ 8 മാർക്കിന്റെ പോയം അപ്രിസിയേഷൻ ആണെന്ന്. ലൈവ് പോയി എടുത്ത് നോക്കിക്കോ, തെളിവുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു പോയം അപ്രിസിയേഷൻ ചോദിച്ചിരിക്കും. 8 മാർക്കിന് അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചോദിച്ചു. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും 4th യൂണിറ്റുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ 3 പോയിന്റ്സ് ആണ് മെയിനായിട്ടും പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വന്നു. മെൻറ്റിംഗ് ബോളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താണ്? താഴെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പോയം തന്നിട്ടുണ്ട്. ആ പോയം നിങ്ങൾ പഠിച്ച മെൻറ്റിംഗ് ബോളുമായിട്ട് കമ്പയർ ചെയ്ത് അപ്രിസിയേറ്റ് സമ്മറി എഴുതുക. അതെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ സെക്കൻഡ് പാരഗ്രാഫില് മെൻറ്റിംഗ് ബോളിന്റെ സമ്മറി എഴുതുക. 3ാമത്തെ പാരഗ്രാഫില് മെൻറ്റിംഗ് ബോളും ഡിഫെൻസ് എന്ന് പറയുന്ന ഈ ഒരു പോയം അല്ലേ, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിൽക്കുന്ന ഈ പോയം കൂടെ കമ്പയർ ചെയ്ത് എഴുതി വെക്കുക. 3 പാരഗ്രാഫ് തിരിച്ച്. സംഭവം 8 മാർക്ക് കയ്യിലിരുന്നു. അപ്പം 8, 16, 24 മാർക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പഠിച്ച കുട്ടികൾക്ക്, എൻ്റെ ലൈവ് ഇന്നലെ കണ്ട കുട്ടികൾക്ക്, എൻ്റെ ലൈവിൻ്റെ നോട്ട് പ്രോപ്പറായിട്ട് പഠിച്ച കുട്ടികൾക്ക് സിമ്പിളായിട്ട് ഇനി വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും 24 മാർക്ക് എന്തായാലും ഉണ്ട്. 24 മാർക്കല്ല, ഞാൻ പറയാൻ 90% ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇന്നലെ ലൈവ് കണ്ടവർക്ക്, നന്നായി പഠിച്ച കുട്ടികൾക്കും സിമ്പിളായിട്ട് ഈ ഒരു എക്സാമിനെ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞു, സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞു. ഇത് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. ഇനി അയ്യോ മിസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ അല്ല എഴുതിയത്, ഞാൻ ഇങ്ങനെ തോക്കും. എൻ്റെ മക്കളെ, അത് ഇനി ഓർത്തിരിക്കേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ മുന്നേ പറഞ്ഞ പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞു. ഇനി വരും എക്സാമിന് ഇനി നിങ്ങൾക്ക് വേറെ സബ്ജക്റ്റുകളുടെ ഇങ്ങനെ സേയോ ഇമ്പ്രൂവ്മെൻറ്റോ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് റിസൾട്ട് വരുന്ന സമയത്ത്. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നു. നമ്മൾ പഠിച്ചതിൻ്റെ ഇത് കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ എക്സാമിന് വേണ്ടി പഠിക്കുക. ഇത് വിട്ട് കളഞ്ഞേക്കുക. ഇനി വരും ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക, പഠിക്കുക, വർക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ.
ഓക്കെ, അപ്പൊ എല്ലാ കുഞ്ഞുങ്ങൾക്കും എക്സാം എളുപ്പമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു, നല്ലപോലെ എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ഇനിയും സപ്പോർട്ട് ആവശ്യമാണ്. നമ്മുടെ ഫാമിലി വളരണം, നമ്മുടെ E-Codon ഫാമിലി തീർച്ചയായിട്ടും വളർന്ന് പന്തലിച്ച് വലിയ സംഭവമായി മാറണം. അപ്പൊ എന്താണ്, നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ വേണം. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ് ഒക്കെ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഉടനെ തന്നെ ജിനു സാറ് മാത്സും ലൈവായിട്ട് പവർ പാക്കായിട്ട് കയറുന്നതായിരിക്കും. സാറിന്റെ ലൈവിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ കുഞ്ഞുങ്ങൾക്കും. എല്ലാവരും പഠിക്കട്ടെ. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാം ഒക്കെ അടിച്ചു പൊളിച്ച് എഴുതി എന്നൊക്കെ വിശ്വസിക്കുന്നു. ഇനി പോയി ചെറുതായിട്ട് റെസ്റ്റ് എടുക്കുക, കാരണം ഉടനെ തന്നെ അടുത്ത ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എനിവേ താങ്ക് യു സോ മച്ച്. ടൂഡിൽസ്.